കേരളത്തിലെ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടൗണുകളുണ്ട്. അപ്പൊ അച്ഛൻ കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ടൗണുകളാണ്. വെൽക്കം ടു എൻട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള ജോഗ്രഫിയാണ്. അപ്പോൾ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ പേര് പ്രശാന്ത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇപ്പൊ ഒരുപാട് എക്സാംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം കേരള ജോഗ്രഫി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് നല്ല നല്ല ചോദ്യങ്ങളും എല്ലാം ബേസ് ലെവലുള്ള അതേപോലെ തന്നെ ഹൈ ലെവലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ടോപ്പിക്കാണ് കേരള ജോഗ്രഫി എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഈ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പുതിയ സിലബസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് കുറച്ച് PYQs കൂടി നോക്കാം. അതെങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണം, എങ്ങനെ നമുക്ക് പഠിക്കണം എന്നുള്ള കാര്യം കൂടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് സിലബസ് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. എന്താണ് സിലബസ്, എന്തൊക്കെയാണ് പറയുന്നത് സിലബസ് എന്നുള്ളത്. ആദ്യം തന്നെ കേരള ജോഗ്രഫിയില് കേരളത്തിന്റെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിനെ കുറിച്ച്, അതായത് ഭൂപ്രകൃതിയെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി നമുക്ക് പഠിക്കാൻ ഈസിയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് മലനാട്, ഇടനാട്, അതേപോലെ തന്നെ തീരപ്രദേശം അല്ലെങ്കിൽ തീരദേശം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകളെല്ലാം ഈ പറഞ്ഞ ഫിസിയോഗ്രഫിക് ഡിവിഷനിൽ നമ്മൾ പഠിക്കണം. ഫിസിയോഗ്രഫി കൃത്യമായിട്ട് തന്നെ ആദ്യത്തെ ടോപ്പിക് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ടോപ്പിക് ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ജില്ലകളും ആ ജില്ലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളും അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചോദ്യങ്ങൾ വരുന്നുണ്ട് ആ ഭാഗത്തുനിന്നും. നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാം, വരുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് കാണാം. ദെൻ നദികൾ, റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്, വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നദികൾ അല്ലെങ്കിൽ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്. കാലാവസ്ഥ അല്ലെങ്കിൽ കേരളത്തിന്റെ ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് കേരള ജോഗ്രഫിയിൽ. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നാച്ചുറൽ വെജിറ്റേഷൻസ്, കേരളത്തിൽ എന്തൊക്കെ തരത്തിലുള്ള കാടുകളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള കാടുകളുണ്ട്, എന്താണ് അതിന്റെ പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതേ തന്നെയാണ് തൊട്ടപ്പുറത്തും കൊടുത്തിരിക്കുന്നത് വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫ് പറയുമ്പോൾ ഇവിടെ നാഷണൽ പാർക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ നമുക്ക് പഠിക്കാനുണ്ട്, ബേർഡ് സാങ്ച്വറികൾ പഠിക്കാനുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഇതൊന്നും വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ നമുക്ക് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ദെൻ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ് എന്ന് പറഞ്ഞുള്ള അടുത്തൊരു ടോപ്പിക്. ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ് എന്ന് പറയുന്നത്. മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, കേരളത്തിലെ മിനറൽസ് ആൻഡ് ധാതു വിഭാഗങ്ങളും അതേപോലെ തന്നെ ഇൻഡസ്ട്രീസും വ്യവസായങ്ങളും എല്ലാം വരുന്നതാണ് അടുത്തൊരു ടോപ്പിക്. ഇതും നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോവാം. ചോദ്യങ്ങൾ പൊതുവെ കുറവാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ട് കേട്ടോ. എനർജി സോഴ്സസ്, പവർ സെക്ടേഴ്സ് കേരളത്തിന്റെ. അടുത്തത് ട്രാൻസ്പോർട്ട് സിസ്റ്റം. കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് സിസ്റ്റം 4 ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് നമുക്ക് പഠിക്കാനുണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് പഠിക്കാനുണ്ട്, ഒപ്പം തന്നെ റെയിൽ ട്രാൻസ്പോർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എയർ ട്രാൻസ്പോർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് കേരള ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. വളരെ കുറച്ച് ടൈമിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാം. സ്ഥിരമായി വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് എങ്ങനെ ടാക്കിൾ ചെയ്യണം, അത് ഏത് ഭാഗത്തുനിന്ന് വന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ഒരു PYQ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു കേരളത്തിലെ നദിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ 2 ചോദ്യം കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലും ഒപ്പം തന്നെ ഇംഗ്ലീഷിലും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഡാഷ് നദിയുടെ പുരാതന നാമമാണ് ബാരിസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓക്കെ, തൊട്ട് താഴെ അതിന്റെ ഇംഗ്ലീഷിലുള്ളതും കൊടുത്തിട്ടുണ്ട്. ബാരിസ് ഈസ് ബിലീവ്ഡ് ടു ബി ദ ഏൻഷ്യന്റ് നെയിം ഓഫ് ദ റിവർ. ഏത് നദിയാണ് കൊടുത്തിരിക്കുന്നത്? അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. ഭവാനി, അതേപോലെ തന്നെ ഭാരതപ്പുഴ, പമ്പ, പെരിയാർ. ഈ നദികളൊക്കെ നമുക്ക് പഠിക്കണം. ഈ നദികളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നദികളിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു മെയിൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കേണ്ട, നമുക്ക് പക്ഷെ സിമ്പിൾ എന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലെ ഓൾമോസ്റ്റ് 90% ആളുകൾക്കും അറിയാം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി,
പമ്പ എന്നുള്ളതാണ് ഉത്തരം എന്നുള്ളതെന്ന് അറിയാം. അപ്പൊ പമ്പയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ നോക്കിക്കോണേ, ഇനി എങ്ങനെ നമുക്ക് പഠിക്കാം, ഒരു നദിയെ എങ്ങനെ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് പഠിക്കാം, എങ്ങനെ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന്റെ ഉത്തരം ബാരിസ് എന്നുള്ള പുരാതന നാമം അല്ലെങ്കിൽ ഏൻഷ്യൻ നെയിം ഉള്ള നദി എന്ന് പറയുന്നത് പമ്പയാണ്. അതേപോലെ തന്നെ ഈ മറ്റു നദികൾക്കും എന്തുണ്ട്, മറ്റു നദികൾക്കും പുരാതനമായിട്ടുള്ള പേരുകളും ഏൻഷ്യൻ നെയിംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എനിവേ ഇവിടെ ഉത്തരം പമ്പയായതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയില് നമ്മൾ പമ്പ നദിയിൽ നിന്ന് നമ്മൾ ക്ലിയർ ആക്കും. ഓക്കെ, സോ നമുക്ക് പമ്പ നദിയിലേക്ക് നമുക്ക് പോവാം. റിവർ പമ്പ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഒരു നദിയുടെ ഉത്ഭവം. അപ്പൊ ഏത് നദി എവിടെ ഉത്ഭവിക്കുന്നു, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. കേരളത്തില് നമുക്കറിയാം 44 നദികൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം അല്ലെ. ഈ 44 നദികളും ഓർത്ത് വെച്ചാണ്, ഈ 44 നദികളുടെയും ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ട് തന്നെയാണ്. ഒരു സംശയവും വേണ്ട, ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ട് തന്നെയാണ്. ഈ വെസ്റ്റേൺ ഘട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ 44 നദികളില് 41 വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്, അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സമയത്ത് 3 കിഴക്കോട്ട് ഒഴുകുന്നു, അതായത് ഈസ്റ്റിലേക്ക് ഒഴുകും. അപ്പൊ ഇവിടെ പമ്പ നദിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് പമ്പ മാത്രമേ ഞാനിന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പൊ പമ്പ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലുള്ള ഒരു മല, ഒരു ഹിൽ ഏരിയ, അതിന്റെ പേര് പുലച്ചിമല എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഓർത്തു വെക്കുക, ഓരോ നദി പഠിക്കുമ്പോഴും പ്രധാനപ്പെട്ട നദികളെല്ലാം പഠിക്കുമ്പോഴും ആ നദികളുടെ ഒറിജിൻ, എവിടെയാണ് ഈ നദി ഉത്ഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കുറച്ച് നദികളിലെ വളരെ പ്രധാനപ്പെട്ട നദി, ഇപ്പൊ പമ്പ എന്തുകൊണ്ട് പ്രധാനപ്പെട്ട നദി ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ നീളമുള്ള 3ാമത്തെ നദിയാണ് പമ്പ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലെങ്ത് നമുക്ക് പഠിച്ചു വെക്കണം. 176 കിലോമീറ്റർ ആണ് ഈ പമ്പ നദിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ആ കാര്യം ഒന്ന് ഓർത്തു വെച്ചോണേ. കേരളത്തിലെ 3ാമത്തെ വലിയ നദി, ലോങ്സ്റ്റ് നദിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി പമ്പയെ വിളിക്കുന്ന പേരുകളൊന്ന് നോക്കിയേ. പമ്പയെ നമ്മൾ വിളിക്കുന്ന ആദ്യം തന്നെ നമ്മൾ കണ്ടതാണ് ബാരിസ് അല്ലെ. ബാരിസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ പ്രാചീന കാലത്ത് ഏൻഷ്യന്റ് ഏൻഷ്യന്റ് നെയിമില് ബാരിസ് എന്ന് വന്നു. ഓക്കെ, അതേപോലെ കേരളാസ് പോളി റിവർ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ശബരിമല എല്ലാം പമ്പയുടെ തീരത്താണ്. അപ്പൊ നമുക്ക് പമ്പയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ പഠിക്കണം, ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ കേരളാസ് പോളി റിവർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പുണ്യനദി, കേരളത്തിലെ പുണ്യനദി എന്ന പേരിൽ അറിയപ്പെടുന്നു. ട്രാവൻകൂർ ലൈഫ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയും ഇതേ പമ്പ നദി തന്നെയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നൊരു പേര് കൂടിയിട്ട് ഈ പമ്പ നദിക്ക് ഉള്ളതായിട്ട് കൂട്ടുകാരെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ബാരിസിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതേ ബാരിസിൽ നിന്ന് തന്നെ നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. അപ്പൊ ഒറിജിൻ കൃത്യമായിട്ട് അറിയണം, ഓരോ നദിയുടെയും ലെങ്ത് കൃത്യമായിട്ട്, അതായത് പ്രധാനപ്പെട്ട നദികളുടെ എല്ലാം ലെങ്ത് കൃത്യമായിട്ട് അറിയണം. കേരളത്തിലെ 3ാമത്തെ വലിയ നദിയാണെന്ന്, നീളം കൂടിയ നദിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുക. ഓക്കെ, സോ പമ്പ നദിയുടെ പുലച്ചിമല നമ്മൾ പറഞ്ഞു. പമ്പ നദിയുടെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത്ര ഓർത്തു വെച്ചാൽ മതി. പമ്പ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പുലച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. അപ്പൊ പമ്പ ഒഴുകുന്ന ജില്ലകൾ കൃത്യമായിട്ട് തന്നെ അറിയണം. അപ്പോ തുടക്കം നമ്മൾ ഇടുക്കി പറഞ്ഞല്ലോ, സോ ഇടുക്കി. ഓക്കെ, ഇടുക്കി ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അടുത്തത് പത്തനംതിട്ട ജില്ലയിലേക്ക് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നദി ഒഴുകി പോകുന്നുണ്ട്. അവസാനം ആലപ്പുഴയിലേക്കും പോയി ചേരുന്നുണ്ട്. ഓക്കെ, സോ ശ്രദ്ധിച്ചോണെ, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകി അവസാനം ആലപ്പുഴയിലല്ലേ എത്തുന്നത്. അപ്പൊ ഇടുക്കിയിൽ നിന്ന് തുടങ്ങി പത്തനംതിട്ടയും ആലപ്പുഴയൊക്കെ എത്തി. അവസാനം നോക്കിക്കോണെ, ആലപ്പുഴയിലെത്തി. ഇവിടെ വെച്ച്, ആലപ്പുഴയിൽ വെച്ച് വേമ്പനാട് കായലിലേക്കാണ് ഈ പറഞ്ഞ പമ്പ നദി പോയി ചേരുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മൾ പറഞ്ഞു വെസ്റ്റിലേക്ക് ഒഴുകുന്ന നദികൾ 41 നദികൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ നദികളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നേരിട്ട് അറബിക്കടലിലേക്ക് പോയി പതിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കായലുകളിലേക്ക് പോയി പതിക്കാണ് പതിവ്. ഇപ്പൊ വേമ്പനാട് കായലിലേക്ക് പോയി പതിക്കുന്ന പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് പമ്പ എന്ന് പറയുന്നത്. പെരിയാറും അതേപോലെ തന്നെ വേമ്പനാട് കായലിലേക്കാണ് പോയി പതിക്കുന്നത്. അതും കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക. പക്ഷെ ഭാരതപ്പുഴ അങ്ങനെയല്ല. ഭാരതപ്പുഴ ഒഴുകി ഈ നദി കൃത്യമായിട്ട് പോയി പതിക്കുന്നത് അറബിക്കടലിലേക്ക്, നേരിട്ട് പോയി പതിക്കുന്നുണ്ട് അറബിക്കടലിൽ. പൊന്നാനി എന്ന് പറഞ്ഞിട്ടുള്ള മലപ്പുറത്തെ സ്ഥലത്ത് വെച്ച് നേരിട്ട് പോയി പതിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണേ. അപ്പൊ ഇവിടെ പമ്പ നദി ആലപ്പുഴയിൽ വെച്ച് വേമ്പനാട് കായലിലേക്ക് പോയി എന്ത് ചെയ്യുന്നുണ്ട്, എംപ്റ്റീസ് ഇൻടു വേമ്പനാട് കായൽ. ഓക്കെ,
അടുത്ത നോക്കിക്കോണേ, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പമ്പാസ് ഗിഫ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം, അത് കുട്ടനാടാണ്. ഓക്കെ, അതാ അപ്പൊ ഓർത്ത് വെച്ചാൽ കുട്ടനാട് അപ്പോ പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് പമ്പാ നദിയുടെ തീരത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പമ്പയുടെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്ന കുട്ടനാടാണ്. ആ കാര്യം ഓർത്തു വെക്കുക. ഇനി ഒരു നദി പഠിക്കുന്ന സമയത്ത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ നദിയിലേക്ക് പോയി ചേരുന്ന പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറികളാണ്. ഓക്കെ, അതായത് ഒരു പ്രധാനപ്പെട്ട നദിയിലേക്ക് പോയി ചേരുന്ന നദികൾ, മെയിൻ ട്രിബ്യൂട്ടറീസ് എന്ന് നമ്മൾ പറയും, പോഷക നദികൾ എന്ന് നമ്മൾ പറയും. അപ്പൊ പമ്പയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? പമ്പയുടെ പോഷക നദികൾ ശ്രദ്ധിച്ചോണം, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അച്ചൻ കോവിലാർ എന്ന് പറഞ്ഞിട്ടുള്ള നദി. ഓക്കെ, ഇവിടെ അച്ചൻ കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടൗണുകളുണ്ട്. അപ്പൊ അച്ചൻ കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ടൗണുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ നോക്കിയേ? കോന്നി, നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കോന്നി. അതേപോലെ തന്നെ പത്തനംതിട്ട ടൗണ്, അത് അച്ചൻ കോവിലാറിന്റെ തീരത്താണ്. പന്തളം ശ്രദ്ധിച്ചോണെ, പന്തളം, മാവേലിക്കര, ഇതെല്ലാം അച്ചൻ കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൗണുകളാണ്, സിറ്റികളാണ്. അപ്പൊ അച്ചൻ കോവിലാർ എന്ന് പറയുന്നത് പമ്പയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആണ്. അച്ചൻ കോവിലാർക്ക് ശേഷം അഴുതയാർ, ഓക്കെ, കക്കിയാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ കക്കാട്ടിയാർ, കാക്കത്തുറയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നദി. കല്ലാർ വരുന്നുണ്ട് ഇതേപോലെ തന്നെ. മണിമലയാറും ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നദിയാണ്. വരട്ടയാറും ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നദിയാണ്. ഓക്കെ, അപ്പൊ കാക്കത്തയാറും കക്കിയാറും അഴുതയാറും അച്ചൻകോവിലാറും കല്ലാറും മണിമലയാറും വരട്ടയാറും എല്ലാം പമ്പ നദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്. കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക. ഓക്കെ, സോ അച്ചൻകോവിലാറിന്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട ടൗണുകളാണ്, സിറ്റികളാണ് നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞത്. അതും കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക. ഇനി പമ്പ നദിയിലുള്ള ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം, മെയിൻ വാട്ടർഫോൾ ഓൺ പമ്പ, അത് പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി. ഓർത്തു വെച്ചാണ്, പെരുന്തേനരുവി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ആണ്. അതും ഒന്ന് ഓർത്തു വെക്കുക. ദെൻ പമ്പ നദിയിൽ പ്രധാനപ്പെട്ട ഡാമുകൾ ഓർത്തോണേ, ശബരി പ്രോജക്ട്, ശബരി ഡാം, അതേപോലെ തന്നെ കക്കാട് ഡാം, മണിയാർ പ്രോജക്ട്, ഇതെല്ലാം പമ്പയിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളാണ്. ഇതില് കേരളാസ് ഫസ്റ്റ് പ്രൈവറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്, കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് എന്ന് പറയുന്നത് മണിയാറാണ്. ഓർത്തു വെച്ചോണേ, പത്തനംതിട്ട ജില്ലയിലാണ് ഈ പറഞ്ഞ മണിയാർ എന്ന് പറയുന്നത്. അതും കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക. ഓക്കെ, സോ പെരുന്തേനരുവി ഓർത്തു വെക്കുക, പമ്പയിലെ പ്രധാനപ്പെട്ട വാട്ടർഫോൾ ആണ്. ദെൻ ശബരി ഡാം, അതേപോലെ തന്നെ കക്കാട് ഡാം, മണിയാർ ഡാം, ഇതെല്ലാം പമ്പയിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളാണ്. കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് പ്രൈവറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് മണിയാർ സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ ഈ പറഞ്ഞ പമ്പ നദിയിലാണ്. ആ കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചോണേ. അതേപോലെ തന്നെ കേരള സെക്കൻഡ് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്, അതിന്റെ പേര് ശബരിഗിരി. ഓർത്തു വെച്ചോണേ, ശബരിഗിരി. ഈ ശബരിഗിരിയുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. അപ്പൊ ശബരിഗിരിയുടെ പ്രത്യേകതയ്ക്ക് മുമ്പ് ശബരിഗിരി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. സീതാത്തോട് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമപഞ്ചായത്ത്. താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ റാന്നി താലൂക്കിലാണ് ശബരിഗിരി പ്രോജക്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത്, പത്തനംതിട്ട ജില്ലയിലാണ്. ഈ ശബരിഗിരി പ്രോജക്റ്റിന്റെ പവർ ഹൗസ് വരുന്നത് മൂഴിയാറിലാണ് കേട്ടോ, അറ്റ് മൂഴിയാർ. ആ കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ശബരിഗിരി നിലവിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അടുത്ത നോക്കിക്കോണേ, പൂരം ഓൺ വാട്ടർ, അതായത് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, അത് പമ്പയിലാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പൊ പമ്പ നദിയെ കുറിച്ചുള്ള ഒരു നദി പഠിക്കുന്ന സമയത്ത് ആ നദിയിൽ വരുന്ന പ്രധാനപ്പെട്ട വള്ളംകളികളും ബോട്ട് റേസുകളും കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം. സോ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ഇത് പമ്പയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വള്ളംകളിയാണ്. ജലത്തിലെ പൂരം ഓൺ വാട്ടർ എന്ന പേരിലാണ് ഈ ആറന്മുല ഉത്രട്ടാതി വള്ളംകളി അറിയപ്പെടുന്നത്. ആ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പമ്പയിലുള്ള മറ്റൊരു വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി, അതും ഓർത്തു വെച്ചോണേ. ദെൻ വീണ്ടും വരുന്നു പമ്പയിലെ മറ്റൊരു വള്ളംകളിയാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി. ഈ പറഞ്ഞ 3 ബോട്ട് റേസുകളും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ബോട്ട് റേസുകളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം
വള്ളംകളി, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി. ഇതെല്ലാം ഓർത്തു വെച്ചോണേ. ജലത്തിലെ പൂരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഉത്രാടം തിരുനാൾ വള്ളംകളി. അതും ഒന്ന് ഓർത്തു വെച്ചോണേ, ഒരു പ്രധാനപ്പെട്ടതാണ്, അതും ഒന്ന് ഓർത്തു വെക്കുക. ദെൻ പമ്പയുടെ തീരത്ത് വരുന്ന പ്രധാനപ്പെട്ട കൺവെൻഷനുകൾ ഒന്ന് ഓർത്തു വെക്കുക, കോൺഫറൻസുകൾ. അതിലൊന്നാണ് മാരമൺ കൺവെൻഷൻ. ഫെബ്രുവരിയിലാണ് സാധാരണ ഇത് നടക്കാറുള്ളത്. ഒരു ക്രിസ്ത്യൻ കോൺഫറൻസ് ആണ്, അതും ഒന്ന് ഓർത്തു വെക്കുക. ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺഫറൻസ് മാരമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് അത് ഫെബ്രുവരി. അതേപോലെ തന്നെ ചെറുകോൽപ്പുഴ ഹിന്ദു കോൺഫറൻസ്, അതും പമ്പയുടെ തീരത്താണ്. പമ്പയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് സെന്റേഴ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ് ശബരിമല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പമ്പയെ നമ്മളൊരു പേര് വിളിച്ചു, കേരളത്തിലെ പുണ്യനദി എന്ന പേരിൽ നമ്മൾ അറിയപ്പെട്ടിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇടത്തുവ ചർച്ചും ഈ പമ്പ നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിമേജ് സെന്റർ. ഒരു നദി പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട എങ്ങനെ പഠിക്കണം, എങ്ങനെയായിരിക്കും ആ നദിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ നദിയിലുള്ള പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, ഡാമുകൾ ഏതൊക്കെയാണ്, ആ നദിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഫാക്റ്റുകൾ ഏതൊക്കെയാണ്, വള്ളംകളികൾ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് വള്ളംകളികൾ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞു. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഒരു PYQ, നമ്മളൊരു നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു PYQ ആണ് കണ്ടത്. അടുത്തൊരു PYQ-യിലേക്ക് നമ്മൾ പോകുന്നു. വൈൽഡ് ലൈഫ് എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ കേരള ജോഗ്രഫിയുടെ സിലബസിൽ നമ്മൾ കണ്ടു. അപ്പോ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വൈൽഡ് ലൈഫ് സാഞ്ചുറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓക്കെ, അപ്പൊ നിലവിൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ വൈൽഡ് ലൈഫ് സാഞ്ചുറീസിന്റെ എണ്ണം എന്ന് പറയുന്നത് 18 വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ആണ് നിലവിലുള്ളത്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കേരളത്തിലെ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം. ഇതില് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. കുറിഞ്ഞിമല, ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാഞ്ചുറി, ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, അതേപോലെ തന്നെ ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി ആണ്. കാരണം ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ബാക്കി നമ്മൾ ഈ പറഞ്ഞ കുറിഞ്ഞിമലയും ചിന്നാറും പെരിയാറും എല്ലാം വൈൽഡ് ലൈഫ് സാഞ്ചുറികളെല്ലാം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി ഈ പറഞ്ഞ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആറളം, ഞാൻ ഇവിടെ ആറളം മാത്രമേ പറഞ്ഞു, കാരണം അതൊരു കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടിയിട്ടാണ്. കാരണം ബട്ടർഫ്ലൈ സാഞ്ചുറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നുണ്ട് ആറളത്തിനെ ഈ അടുത്ത്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആറളം നമുക്ക് പഠിച്ചു വരാം. അപ്പൊ ആറളത്തിലേക്ക് പോവാം. ആറളം ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്, അപ്പൊ ആദ്യം തന്നെ ഓർത്തു വെക്കുക, ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. അപ്പൊ ആദ്യം അത് തന്നെ നമ്മൾ നോക്കാം. അപ്പൊ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി പഠിക്കുന്ന സമയത്ത് ആദ്യം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. എപ്പോഴാണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി നിലവിൽ വരുന്നത്? 1984 ഒക്ടോബർ 15-നാണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഇനി ശ്രദ്ധിച്ചോണേ, ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് നദിയുടെ തീരത്താണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്? അത് ചീങ്കണ്ണിപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയുടെ തീരത്താണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് അകത്തുള്ള ഒരു വെള്ളച്ചാട്ടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻമുട്ടി വാട്ടർഫോൾസ് ആണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം. അപ്പൊ അവിടെ ഒരു വെള്ളച്ചാട്ടവും പഠിച്ചു, നമ്മളൊരു നദിയും പഠിച്ചു. ചീങ്കണ്ണിപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള നദിയാണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെ ഒഴുകുന്നത്, അല്ലെങ്കിൽ ചീങ്കണ്ണിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ചീങ്കണ്ണിപ്പുഴ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓർത്തു വെക്കേണ്ട വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയുന്നത് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി തന്നെയാണ്. ഇപ്പൊ മീൻമുട്ടി വാട്ടർഫോൾസ് വരുന്നുണ്ട്, ഏത് വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കുള്ളിലാണ്? ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കുള്ളിലാണ്. ദെൻ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന പേരിലും ആരറിയപ്പെടുന്നുണ്ട്? ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി അറിയപ്പെടുന്നുണ്ട്. ഓർത്തു വെച്ചോണേ. അപ്പൊ ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി ശ്രദ്ധിച്ചോണേ, സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാടാണ്. അപ്പൊ പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി, നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. അപ്പൊ അതേപോലുള്ള വനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് ആറളം എന്ന് പറയുന്നത്. ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഒരു ചിത്രം, ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് അകത്തുള്ള ഒരു ചിത്രമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ആറളവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് നോക്കാം. കൂർഗ്, കൊടക് കൂർഗ് കർണാടകയിലെ
കൊടക് കൂർഗ് ഫോറസ്റ്റുമായിട്ട് അഡ്ജോയിനിങ് ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയിട്ടാണ് ഈ പറഞ്ഞ ആറളം എന്ന് പറയുന്നത്. ഇവിടെയാണ് അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചോണേ. കേരളത്തിൽ ആദ്യമായി ബട്ടർഫ്ലൈ മൈഗ്രേഷൻ, അതായത് പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് കൃത്യമായിട്ട് തന്നെ അത് ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശം കൂടിയിട്ടാണ് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പൊ അതുകൊണ്ട് തന്നെ പൂമ്പാറ്റകൾ ഏകദേശം 300-ലധികം കൂടുതലുള്ള സ്പീഷ്യസുകൾ ഉള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടിയിട്ടാണ് ഈ പറഞ്ഞ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. അപ്പൊ ഈ പൂമ്പാറ്റകളുടെ മൈഗ്രേഷൻ ഇപ്പോ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ ഇപ്പൊ തുടങ്ങും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആദ്യമായി ബട്ടർഫ്ലൈ, ഇൻഫാക്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ ബട്ടർഫ്ലൈ മൈഗ്രേഷൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഈ പറഞ്ഞ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുകൊണ്ട് തന്നെ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ട് മാറുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട 2 സ്പീഷ്യസിനെ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു, അതായത് ബട്ടർഫ്ലൈ സ്പീഷ്യസ്. ഒന്നിന്റെ പേര് സഹ്യാദ്രി തവിടൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. മറ്റൊന്ന് നാൽവരെ നീലി എന്നറിയപ്പെടുന്ന സ്പീഷ്യസ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചുവാണ്, പലപ്പോഴും PSC പരീക്ഷകളിലെ പുതിയ തരത്തിലുള്ള സ്പീഷ്യസുകളുമായിട്ടും ഈ പരീക്ഷകളിലെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സഹ്യാദ്രി തവിടിനെയും നാൽവരെ നീലിയും ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾ കാണുന്ന ഫിഗർ A എന്ന് പറയുന്നത് ഇതാണ് സഹ്യാദ്രി തവിടൻ എന്ന് പറഞ്ഞിട്ടുള്ള പൂമ്പാറ്റ. അടുത്തത് നാൽവരെ നീലി എന്ന് പറഞ്ഞിട്ടുള്ള പൂമ്പാറ്റയാണ് ഈ ഫിഗർ ബിയിൽ കാണുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോണേ, സഹ്യാദ്രി തവിടനും നാൽവരെ നീലിയും എന്ത് തരത്തിലുള്ള സ്പീഷ്യസ് ആണ്? പൂമ്പാറ്റകളാണ്, ബട്ടർഫ്ലൈ ആണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇനിയുണ്ട് നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറികളൊക്കെ ഇനിയും ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഒരെണ്ണം മാത്രമേ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് മെല്ലെ മെല്ലെ പഠിക്കാം. നമുക്ക് നമ്മുടെ സിലബസിൽ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോഴ്സിൽ നമുക്ക് പഠിച്ചു പോകാം. അടുത്ത ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരേ ചോദ്യം തന്നെ 2 തവണ 2024 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. 85/2024 അതാണ് ഒരു പരീക്ഷയുടെ കോഡ് എന്ന് പറയുന്നത്. അടുത്തത് 95/2024. ഇതിൽ രണ്ടിലും ചോദിച്ചിട്ടുള്ള ഒരേ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം കണ്ടാൽ തന്നെ അറിയാം അതിലെ ഓപ്ഷനുകൾ വ്യത്യാസമുണ്ട്. എന്തോ ചോദ്യം? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. താഴത്തെ ചോദ്യത്തിലും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഓക്കെ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. രണ്ടും ഉത്തരം തന്നെയുള്ളൂ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പൊ കേരളത്തിലെ തടാകങ്ങളെ കുറിച്ച് നമുക്ക് അറിയണം. ഏകദേശം 34 തടാകങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പൊ ആ തടാകങ്ങൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറയാം. ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്ക് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ക്ലാസ് ആയത് കാരണം നമ്മൾ ബേസ് ലെവലിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. ഇതിലെ ഉത്തരം ഏതാണ്? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ശാസ്താംകോട്ട കായൽ. രണ്ടാമത്തെ ചോദ്യം ഇതേപോലെ തന്നെ അതിൽ ഓപ്ഷൻ ഡി ആണ്. എനിവേ ശ്രദ്ധിക്കുക, ഈ 2 ചോദ്യവും കഴിഞ്ഞ വർഷം 2024 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് ഇതില് ശാസ്താംകോട്ട കായലിനെ നമുക്ക് ഒന്ന് നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ നോക്കിക്കോണേ, ക്യൂൻ ഓഫ് കേരളാസ് ലേക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഈ ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. ഓക്കെ, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ കായലുകളുടെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ശാസ്താംകോട്ട കായൽ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. ഓർത്തു വെച്ചാൽ കൊല്ലം ജില്ലയിലാണ് ഈ പറഞ്ഞ ശാസ്താംകോട്ട കായൽ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 3 എണ്ണം. ഓക്കെ, അത് വേമ്പനാട് കായൽ, ഒന്ന് ശാസ്താംകോട്ട കായൽ, മറ്റൊന്ന് അഷ്ടമുടി കായൽ. ഓക്കെ, അപ്പൊ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും കറണ്ട് അഫയർ ആണ്. കാരണം ഓരോ സമയത്ത് ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എണ്ണം. അപ്പൊ അതും കൃത്യമായിട്ട് അറിയണം കേട്ടോ. എനിവേ നമുക്ക് കേരളത്തിലെ റാംസർ സൈറ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ 3 റാംസർ സൈറ്റുകളാണ്. ഇതിലെ ഈ 3 എണ്ണത്തെയും പ്രഖ്യാപിക്കുന്ന ഒരേ വർഷം തന്നെയാണ് 2002 തന്നെയാണ് ഈ പറഞ്ഞ ശാസ്താംകോട്ട കായലിനെയും അതേപോലെ തന്നെ അഷ്ടമുടി കായലിനെയും വേമ്പനാട് കായലിനെയും റാംസർ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോണേ, ഇതും ചോദിച്ചിട്ടുണ്ട്. എഫ് ഷേപ്പിൽ കിടക്കുന്ന, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ഷേപ്പിൽ കിടക്കുന്ന ലേക്ക് തടാകം ഏതാണ്? അത് ശാസ്താംകോട്ട തടാകമാണ്. ഫ്രഷ് വാട്ടർ ആണ്, നമ്മൾ പറഞ്ഞു, ഫ്രഷ് വാട്ടർ ലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോണേ, ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് ഇറ്റ് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഫോർ ഡെയിലി നീഡ്സ്. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ, കൊല്ലം ജില്ലയിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രൈമറി വാട്ടർ സോഴ്സ് ആണ്, ഫ്രഷ് വാട്ടർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രൈമറി വാട്ടർ സോഴ്സ് ആണ് ഈ പറഞ്ഞ ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശാസ്താംകോട്ട തടാകവുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കാം. അപ്പൊ ഒരേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്തും വരുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഈ ഒരു ചോദ്യം എടുത്തത് കേട്ടോ. വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്, വലിയ വലിയ ചോദ്യങ്ങളൊന്നുമില്ല. നമ്മൾ ബേസ് ആയിട്ട് ബേസിക് ഫാക്ടുകളായിട്ട് പറയുന്ന ചോദ്യങ്ങളാണ്
നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടത്. ഓക്കെ, അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചോണേ. നമ്മള് സിലബസ് നോക്കിയപ്പോ ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് നമ്മൾ കണ്ടു അല്ലെ, ജില്ലകളും അതിന്റെ പ്രത്യേകതകളും കണ്ടു. അപ്പൊ ഒരു ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രമായോ, അതായത് സമുദ്ര തീരമില്ല, മറ്റ് സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കിടുന്നില്ല? കേരളത്തിലെ 14 ജില്ലകളില് കാസർഗോഡും കർണാടകയും അതേപോലെ തന്നെ തമിഴ്നാടുമായിട്ടാണ് മറ്റ് ജില്ലകളില് 14 ജില്ലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി നമുക്ക് വരുന്നത്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നില്ല, ഒപ്പം തന്നെ സമുദ്രവുമായും അതിർത്തി പങ്കിടുന്നില്ല. കോട്ടയം, മലപ്പുറം, വയനാട്, പാലക്കാട് തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നും നമ്മൾ നോക്കുകയാണെന്ന്. ഇപ്പൊ മലപ്പുറം, കോട്ടയം, ഇതാണ് ഉത്തരം. ഏതാണ്? ഓപ്ഷൻ എ, കോട്ടയമാണ് ഉത്തരം. മലപ്പുറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ട് സമുദ്രവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധമുണ്ട്. വയനാട് നോക്കുകയാണെങ്കിൽ സമുദ്രമായിട്ട് ബന്ധമില്ല, പക്ഷെ വയനാട് 2 സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയാണ്, അത് വയനാടാണ്. കർണാടകയുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കിടുന്നുണ്ട്. തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് വയനാട്. പാലക്കാട് ജില്ല എടുത്തു നോക്കുന്ന സമയത്ത് സമുദ്ര തീരമില്ല, പക്ഷെ തമിഴ്നാടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കിടുന്നുണ്ട്, സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഓക്കെ, സോ ഇത് കേരളത്തിലെ ജില്ലകളുടെ പൊളിറ്റിക്കൽ മാപ്പാണ്. പുതിയ SCERT കൊടുത്തിട്ടുള്ള പുതിയ ഒരു മാപ്പാണ് കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ജില്ലകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു ഇതിൽ തന്നെ നമുക്കൊന്ന് പഠിച്ചു പോകാം. ആദ്യം തന്നെ ഞാൻ വയനാടിന്റെ കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. വയനാട് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരേ ഒരു ജില്ല. ഈ ജില്ല 2 സ്റ്റേറ്റുമായിട്ടും ബോർഡർ ചെയ്യുന്ന ഒരേ ഒരു ജില്ലയാണ്. ഒന്ന് തമിഴ്നാടുമായിട്ടും അതേപോലെ തന്നെ കർണാടകയുമായിട്ടും ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരേ ഒരു ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് തമിഴ്നാടുമായും കർണാടകയുമായിട്ടും ബോർഡർ ഷെയർ ചെയ്യുന്ന താലൂക്ക്, ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് കൂടി നമുക്ക് പഠിച്ചു പോകാം. അപ്പോ ഒരു കാര്യം മനസ്സിലായി, ജില്ല നിങ്ങൾ പഠിച്ചു. ഇനി ഇതാ ഈ 3 കാര്യങ്ങൾ കൂടി കൃത്യമാണ്. അപ്പൊ ജില്ല എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചുകൂടി നമ്മൾ ഡെപ്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ താലൂക്ക് ഏതാണ്, ഗ്രാമപഞ്ചായത്ത് ഏതാണ്, വില്ലേജ് ഏതാണെന്ന് കൂടി ഒന്ന് നോക്കാം. താലൂക്ക് സുൽത്താൻ ബത്തേരി താലൂക്ക്, അതായത് തമിഴ്നാടുമായും കർണാടകയുമായും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കേരളത്തിലെ താലൂക്ക്. അതേ ചോദ്യം തന്നെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഇതേ ചോദ്യം തന്നെ തമിഴ്നാടും കർണാടകയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന വില്ലേജ് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തങ്ങ വില്ലേജ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ വയനാടിന്റെ ഒപ്പം തന്നെ ഈ 3 പോയിന്റുകളോട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കുക, പിന്നെ മെല്ലെ മെല്ലെ അതിലേക്ക് ഇറങ്ങുക. ഇപ്പൊ നമ്മൾ കണ്ടത് ആ ഒരു രീതിയിലുള്ള ഒരു പഠനമാണ് കേട്ടോ. ഓക്കെ, സോ നോക്കുവാണേ, കേരളത്തിലെ 5 ജില്ലകൾക്ക് സമുദ്ര തീരമില്ല, ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ജില്ലകളാണ്. ഏതൊക്കെയാണ്? വയനാട് ജില്ല, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കേരളത്തിന്റെ സൗത്ത് നോർത്ത് ഡിസ്റ്റൻസ്, അതായത് തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഡിസ്റ്റൻസ് ഓർത്തു വെച്ചോണേ. സമുദ്ര തീരത്തിന്റെ ഡിസ്റ്റൻസ് അല്ല, തെക്ക് മുതൽ വടക്ക് വരെ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഇത് എടുക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ മുതൽ നോർത്ത് ടു അല്ലെ, നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് ആണ്. എത്രയാണ്? നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തോണം. ഇതൊക്കെ ബേസിക് ഫാക്ടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓർത്തു വെക്കുക, 560 കിലോമീറ്റർ ആണ്. ഓക്കെ, ആ കാര്യം നമ്മൾ നോക്കി. അപ്പാർട്ട് ഫ്രം സെൻട്രൽ റീജിയൻ ലൊക്കേറ്റഡ് ഇൻ കേരള. ഓക്കെ, നമുക്കറിയാം പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹി കേരളത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, കേരളത്തിന്റെ ഭാഗമല്ല. അപ്പോ അപ്പാർട്ട് ഫ്രം സെൻട്രൽ റീജിയൻ ലൊക്കേറ്റഡ് ഇൻ കേരള, കേരളത്തിന്റെ അല്ലാത്ത കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം മാഹിയാണ്. മാഹി 2 ജില്ലകൾക്കിടയിലാണ്, കണ്ണൂർ ജില്ലയിലും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയ്ക്കും ഇടയിലാണ്. അപ്പൊ കണ്ണൂർ ജില്ലയുടെ ഒരു 3 സൈഡ് മാഹി കവർ ചെയ്യുന്നു, കോഴിക്കോട് ജില്ലയുടെ ഒരു സൈഡും മാഹി കവർ ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയുടെ സദേൺ ഭാഗം മാഹിയുടെ സദേൺ ഭാഗം എന്ന് പറയുന്നത് കോഴിക്കോട്, ബാക്കി നോർത്ത് അതേപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഭാഗങ്ങളെല്ലാം കണ്ണൂർ ജില്ലയുമാണ് കവർ ചെയ്യുന്നത്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വീണ്ടും ഞാൻ നദിയിലേക്കാണ് കേട്ടോ വരുന്നത്. നോക്കിക്കോണേ, നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം നദികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നദിയുമായി ബന്ധപ്പെട്ട ആദ്യം ഓർത്തു വെക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു, അത് ഉത്ഭവിക്കുന്നത് എവിടെയാണ് എന്ന്. എല്ലാ നദിയുടെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണം. അപ്പൊ നോക്കിയോണേ, ആ ഉത്ഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത്. ചാലിയാർ എന്ന് പറഞ്ഞിട്ടുള്ള നദി. ആ ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കിക്കോണേ, 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ആനമല തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ചേരക്കൊമ്പൻ മല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മല തന്നിട്ടുണ്ട്, പുലച്ചി മല തന്നിട്ടുണ്ട്,
ഇളമ്പലേരി മല തന്നിട്ടുണ്ട്. പുളിച്ചിമല ഓൾറെഡി നമ്മൾ കണ്ടു, പമ്പ നദി നമ്മൾ പഠിച്ചു അല്ലെ. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, ഇളമ്പഅരി മല. ഓക്കെ, അപ്പൊ ഈ മലയിലാണ് ഈ പറഞ്ഞ ചാലിയാർ നദി. ഓക്കെ, ഇളമ്പലേരി മല എന്ന് പറഞ്ഞിട്ടുള്ള ഈ നദിയിലാണ് ചാലിയാർ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതാ ഒരു നദിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പമ്പ നദി പഠിച്ചു, ഒപ്പം തന്നെ ഇതാ ഒരു നദി കൂടി പഠിച്ചോണേ, അത് ചാലിയാറാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോണേ, ഇലമ്പലേരി ഹിൽസ് നമ്മൾ കണ്ടത് എവിടെയാണത്? അത് വയനാടാണ് കേട്ടോ. വയനാട് ജില്ലയിലാണ് ഇലമ്പലേരി ഹിൽസ്. പമ്പയ്ക്ക് ശേഷം 4th ലോങ്സ്റ്റ് റിവർ ആണ്. അപ്പൊ പമ്പ നമ്മൾ 3rd ലോങ്സ്റ്റ് റിവർ ആണ്, ഏറ്റവും നീളം കൂടിയെന്ന് പറഞ്ഞു. 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. 169 കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ശ്രദ്ധിച്ചോണേ, ഏതെല്ലാം ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട് ചാലിയാർ. ഓക്കെ, അപ്പൊ ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ, വയനാട് നിന്നാണ് ഉത്ഭവിക്കുന്നത് പറഞ്ഞു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ഓക്കെ, ചാലിയാർ നദി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചാലിയാർ പ്രക്ഷോഭം കേരളത്തിലെ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. അറബിക്കടലിലേക്ക് പോയി ചേരുന്നു. എവിടെ വെച്ച്? ബേപ്പൂരിൽ പോയി ചേരുന്നു. അപ്പൊ നോക്കിക്കോണേ, ഡയറക്ട്ലി അറബിക്കടലിലേക്ക് പോയി ചേരുന്ന നദിയാണ് നമ്മൾ ഈ പറഞ്ഞ ചാലിയാർ. ഓക്കെ, ഓൾസോ ബേപ്പൂർ പുഴ എന്ന പേരിലും അതേപോലെ കല്ലായി പുഴ എന്ന പേരിലും ചോലിക്കണ്ടി എന്ന പേരിലൊക്കെ ഈ പറഞ്ഞ ചോലിക്കണ്ണാടി എന്ന പേരിലൊക്കെ ഈ പറഞ്ഞ നദി അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്? ഈ പറഞ്ഞ നദിയുടെ ട്രിബ്യൂട്ടറീസ്: ഇരവഴിഞ്ഞിപ്പുഴ, ഓക്കെ, ദെൻ കരിമ്പുഴ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറിയാസ്, പുന്നപ്പുഴ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടറിയാണ്, ചെറുപുഴ, ചാലിപ്പുഴ, ഇതെല്ലാം ഈ ചാലിയാറിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചോണേ, കേരളത്തിലെ ഒരു നദിയിലെ ഗോൾഡ് ഡിപ്പോസിറ്റുകൾ, അതായത് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തുന്നുണ്ട്. ആ നദിയും ചാലിയാർ തന്നെയാണ്. പലരും ഈ ചാലിയാറിൽ നിന്ന് സ്വർണ്ണം അരിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഗോൾഡ് ഡിപ്പോസിറ്റ്സ് ഫൗണ്ട് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഏത് നദിയാണ്? കേരളത്തിലെ ഏത് നദിയുടെ തീരത്താണ് അല്ലെങ്കിൽ ഏത് നദിയിലാണ് സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്? അത് ചാലിയാറാണ്. ചാലിയാറിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വള്ളംകളി, നമ്മൾ പമ്പയിൽ ഒരു 4 വള്ളംകളി കണ്ടില്ലേ, ഇനി ചാലിയാറിൽ ഒരു വള്ളംകളി നോക്കൂ, കുഞ്ഞാലിമരക്കാർ ട്രോഫി വള്ളംകളി. ഓർത്തു വെച്ചോണേ, ഏത് നദിയിലാണ് നടക്കുന്നത് ഈ വള്ളംകളി അല്ലെങ്കിൽ ബോട്ട് റേസ്? കുഞ്ഞാലിമരക്കാർ ട്രോഫി വള്ളംകളി. അത് വേറെ ഏതിലുമല്ല, ചാലിയാറിലാണ്. ഓക്കെ, ചാലിയാറില് ഒരു പ്രക്ഷോഭം വരുന്നുണ്ട്. അത് ഒരു വാട്ടർ എയർ പൊല്യൂഷൻ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് വരുന്നത്. ആ പ്രക്ഷോഭം പിന്നീട് വളരെ വലിയ രീതിയിലും കേരളത്തിലെ ആദ്യത്തെ ഒരു ഈ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോ ചാലിയാറിലെ പൊല്യൂഷൻ അല്ലെങ്കിൽ ചാലിയാറിൽ പൊല്യൂഷൻ വരാൻ കാരണമായിട്ടുള്ള കോസ് ഓഫ് ചാലിയാർസ് പൊല്യൂഷൻ ഏത് ഫാക്ടറിയാണ്? അത് കോഴിക്കോട് ജില്ലയിലെ മാവൂരിൽ സ്ഥിതി ചെയ്തിരുന്ന, ഇപ്പൊ ഈ ഫാക്ടറി ഇല്ല, ഗോളിയോർ റയൻ ഫാക്ടറീസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിയാണ് ചാലിയാറിൽ ചാലിയാറിൽ പൊല്യൂഷൻ മെയിൻലി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചോണേ, കേരളാസ് ഫസ്റ്റ് പബ്ലിക് മൂവ്മെന്റ് എഗെയിൻസ്റ്റ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഈ പറഞ്ഞ ചാലിയാർ നദിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് ഈ ഗോളിയാർ റയൻ ഫാക്ടറീസിന് എതിരായിട്ട് 1974 നടക്കുന്ന ചാലിയാർ പ്രക്ഷോഭമാണ്. ഓക്കെ, സോ ചാലിയാർ അജിറ്റേഷൻ എന്നും നമ്മൾ ഇതിനെ പറയാറുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ഇത് നടക്കുന്നത്. ഈ ചാലിയാർ അജിറ്റേഷന് നേതൃത്വം നൽകുന്ന വ്യക്തി, ലീഡ് ചെയ്യുന്ന വ്യക്തി KA റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ഈ പേരും കൃത്യമായിട്ട് തന്നെ അറിഞ്ഞു വെക്കുക. ഓക്കെ, സോ ചാലിയാർ അജിറ്റേഷൻ നടന്ന ജില്ല എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയാണ്. ഇനി നോക്കിക്കോണേ, നിലമ്പൂരിലെ തേക്ക് പ്ലാന്റേഷനുകളിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, നിലമ്പൂർ തേക്ക് വനത്തിലൂടെ അല്ലെങ്കിൽ തേക്ക് കാടിലൂടെ ഒഴുകുന്ന നദി, തേക്ക് പ്ലാന്റേഷനിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും ഇതേ ചാലിയാർ തന്നെയാണ്, മാറ്റമില്ല. ഓക്കെ, സോ വേൾഡ്സ് ഓൾഡസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ ആണ് നിലമ്പൂരിലുള്ള കനോലി പ്ലോട്ട് എന്ന് പറയുന്നത്. മലപ്പുറമാണ്, അത് ഓർത്തു വെക്കുക. ടീക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ഇതേ നിലമ്പൂരിൽ തന്നെയാണ്, അതായത് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിച്ചോണേ, SK പൊറ്റക്കാടിന്റെ നോവലായിട്ടുള്ള നാടൻ പ്രേമത്തില് ഈ ചാലിയാറിന്റെ ഒരു പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസിനെ പരാമർശിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇരവഴിഞ്ഞിപ്പുഴയാണ്. ഓക്കെ, ഇരവഴിഞ്ഞിപ്പുഴ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൽ മെൻഷൻ ചെയ്യുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ഇരവഴിഞ്ഞിപ്പുഴ ചാലിയാറിന്റെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ഓക്കെ,
സോ ഏതൊക്കെ പ്രധാനപ്പെട്ട സിറ്റീസ് ആണ് ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ, ഫറൂഖ് അതും കോഴിക്കോട് തന്നെയാണ്, നിലമ്പൂർ മലപ്പുറം നമ്മൾ കണ്ടു, നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദി നമ്മൾ കണ്ടു, എടവണ്ണ അതും മലപ്പുറം ജില്ല, അരീക്കോട് മലപ്പുറം ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മേജർ ടൗൺ ആണ് അരീക്കോട് എന്ന് പറയുന്നത്. അപ്പൊ നോക്കണേ, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയില് നമ്മൾ കുറച്ച് PYQs നമ്മൾ കണ്ടു അല്ലെ, എങ്ങനെ നമുക്ക് കേരള ജോഗ്രഫി ടാക്കിൾ ചെയ്യണം, ഓരോ പോയിന്റുകൾ വെച്ച് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും അടുത്ത കുറെ PYQs ആയിട്ട് നമുക്ക് കാണാം. സോ അതുവരേക്കും താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം.